മഴക്കെടുതിയിൽ രാജസ്ഥാനിൽ മരണം 16 ഉയർന്നു. ചമ്പൽ നദിയിൽ കാണാതായ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. പശ്ചിമബംഗാളിലെ 3 ജില്ലകളിൽ പ്രളയസമാന സാഹചര്യം ഇപ്പോഴുണ്ട്. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അജീഷ് പറയൂ. ഗുഡ് മോർണിംഗ്. SKN എന്തായാലും കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അവിടെ ചമ്പൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് നിരവധി പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ടായിരുന്നു. അതിൽ 6 പേരെയായിരുന്നു കാണാതായത്. ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കൂടാതെ പല സ്ഥലങ്ങളിലായി 16 പേർ രാജസ്ഥാനിൽ മഴക്കെടുതി കാരണം മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഹിമാചൽ പ്രദേശിലാണ് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അതിൽ അവിടുത്തെ മഴക്കെടുതിയിൽ മാത്രം മരണം 100 കടന്നു. 106 പേരാണ് ഇതുവരെ മഴക്കെടുതി. അതിൽ മണ്ണിടിച്ചിലും ഒഴുക്കിൽപ്പെട്ടും ഒക്കെ മരിച്ചവരുടെ എണ്ണമാണ്. 106 പേരാണ് ഹിമാചൽ പ്രദേശിൽ മരിച്ചത്. സംസ്ഥാനത്തെ അതായത് ഹിമാചലിൽ 200-ലധികം റോഡുകളാണ് മണ്ണിടിച്ചിൽ മൂലം ഭാഗികമായും നിലവിലിപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. അവിടെ അറ്റകുറ്റപ്പണി അതിവേഗം പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമബംഗാളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അവിടെ 3 ജില്ലകളിൽ പ്രളയസമാന സാഹചര്യമുണ്ട്. 10 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിലും ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല ജില്ലകളിലും മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. താങ്ക് യു.